ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇന്ന് മുതൽ ഞങ്ങൾക്ക് ശ്രാവണ മാസത്തിലെ പൂജ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ശ്രാവണ മാസത്തിലെ എല്ലാ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും വിവാഹിതരായ സ്ത്രീകൾ ചെയ്യുന്ന പൂജയാണ് കേട്ടോ. ഇതിനെ ചൂടി പൂജയെന്നാണ് വിളിക്കുക. വീട്ടിലുള്ള എല്ലാ സ്ത്രീകളും, വിവാഹിതരായ എല്ലാ സ്ത്രീകളും ഈ പൂജ ചെയ്യാറുണ്ട്. ഇന്ന് ഞാനും എൻ്റെ അമ്മായിയമ്മയും ഈ ശ്രാവണ മാസത്തിലെ ആദ്യത്തെ ചൂടിപ്പൂജ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. രാവിലെ തന്നെ കുളിച്ച് റെഡിയായി അരിഭക്ഷണമൊന്നും കഴിക്കാണ്ട് ആണ് നമ്മൾ പൂജ ചെയ്യുക. വിവാഹിതരായ സ്ത്രീകൾ ഭർത്താവിൻ്റെ ദീർഘായുസ്സിനും പിന്നെ കുടുംബത്തിൻ്റെ അഭിവൃദ്ധിക്കും വേണ്ടിയിട്ടാണ് ഈ പൂജ ചെയ്യുന്നത്. നമ്മുടെ വീട്ടുമുറ്റത്ത് നിന്നുള്ള നാടൻ പൂക്കളും പിന്നെ കറുകപ്പുല്ലും കുറേ ഔഷധ സസ്യങ്ങളും അതൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ചൂടി ഉണ്ടാക്കുക കേട്ടോ. ഒരു 5 കറുകപ്പുല്ലും പിന്നെ ഓരോ പൂക്കളും ഇലയും വീതം കൂട്ടിയിട്ട് അത് ഒരു നൂല് കൊണ്ടോ അല്ലെങ്കിൽ വാഴനാര് കൊണ്ടോ കെട്ടുന്നതാണ് കേട്ടോ. അങ്ങനെ കെട്ടിയ ചൂടിൻ്റെ പ്ലേറ്റാണ് അമ്മേൻ്റെ കയ്യിലുള്ളത്. തുളസി പൂജയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. വീട്ടിലെ മുതിർന്ന സ്ത്രീയാണ് കേട്ടോ ആദ്യം പൂജ ചെയ്യുക. ആദ്യം തന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് തുളസി തറ ഒന്ന് ശുദ്ധമാക്കും കേട്ടോ. പിന്നെ തലേദിവസം തന്നെ ഞാൻ ചുറ്റുമുള്ള ചെടികളൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു. മഴക്കാലമല്ലേ, അപ്പോൾ നല്ലോണം ചെടികളൊക്കെ വളരും. ആദ്യം നമ്മൾ തുളസി തറയ്ക്കും തുളസി ചെടിക്കും പിന്നെ കലശത്തിനും കുങ്കുമവും കളഭവും ചന്ദനമൊക്കെ ഇട്ട് അലങ്കരിക്കും. അത് കഴിഞ്ഞ് തുളസിക്ക് വെള്ളവും ഒഴിക്കും. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുങ്കുമം തൊട്ട് കൊടുക്കും കേട്ടോ. പിന്നെ മുതിർന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ കാല് തൊട്ട് വന്ദിക്കും. എത്ര സ്ത്രീകളുണ്ടോ വീട്ടിൽ, അതായത് വിവാഹിതരായ എത്ര സ്ത്രീകളുണ്ടോ അവരൊക്കെയും ഈ ചൂടി തുളസിയിൽ ചൂടും കേട്ടോ, തുളസിയിൽ വെക്കും. ഈ തുളസി പൂജ നമ്മൾ ചെയ്യുന്നത് ശ്രാവണ മാസത്തിലാണ്. അപ്പോൾ ശ്രാവണ മാസം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്തിയുള്ള ഒരു മാസമായിട്ടാണ് കണക്കാക്കുന്നത്, വിശ്വാസം. ഓക്കെ, ഈ മാസത്തിൽ തന്നെയാണ് നമ്മൾ വരമഹാലക്ഷ്മി പൂജയും ചെയ്യുന്നത്. അപ്പോൾ ഞാനും വീട്ടിൽ ചെയ്യാറുണ്ട് കേട്ടോ. ഭജനകളും പിന്നെ വ്രതങ്ങളും ഒക്കെ ആയിട്ട് നല്ലൊരു വിശ്വാസമുള്ളൊരു ദൈവവിശ്വാസമുള്ളൊരു മാസമായിട്ടാണ് എല്ലാവരും ശ്രാവണ മാസത്തിനെ കണക്കാക്കുന്നത്. ഈ ഓണക്കാലത്ത് നമ്മൾ ഈ പലതരം നാടൻ സസ്യങ്ങളും അതായത് ഇലകളും പൂക്കളും ഒക്കെ ഉപയോഗിക്കാറില്ലേ, ഈ പൂക്കളം ഇടാനൊക്കെ ആയിട്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ ഇത് ഒന്നിച്ച് കൂട്ടി കെട്ടുവാണെന്നേ ഉള്ളൂ. എന്നിട്ട് അത് നമ്മൾ തലയിൽ ചൂടും. ഇത് ശരിക്കും പറഞ്ഞാൽ ഹെൽത്തി എന്നാണെന്ന് പറയാം, സ്ത്രീകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണെന്നാണ് പഴയ ആൾക്കാർ പറയാം. എൻ്റെ അമ്മമ്മയൊക്കെ അങ്ങനെയായിരുന്നു പറയാറ് കേട്ടോ. പിന്നെ നമ്മൾ ഈ പൂജയ്ക്ക് നാളികേരം കൂടി നിവേദിക്കാറുണ്ട് കേട്ടോ. വെള്ളിയാഴ്ചകളിൽ മാത്രമാണ്. ഇന്ന് ഈ ചൂടി ഉണ്ടാക്കാനായിട്ട് ഞാൻ അത്യാവശ്യം ഞങ്ങളുടെ തൊടിയിൽ തന്നെയുള്ള കറുകപ്പുല്ലും മറ്റു ഇലകളും ഇതൊക്കെ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ പുറത്ത് നിന്ന് ഒരു 2 തരം പൂക്കൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ചൂടി ഉണ്ടാക്കുന്നത് പലതരം ഔഷധ സസ്യങ്ങൾ കൊണ്ടാണ്. അപ്പോൾ നമ്മളത് ദിവസം മുഴുവനും തലയിൽ ചൂടുന്നത് കൊണ്ട് ഭയങ്കര ഹെൽത്തി ബെനിഫിറ്റ്സൊക്കെ ഉണ്ട്. വിവാഹം കഴിഞ്ഞ് അടുത്ത വരുന്ന ശ്രാവണ മാസത്തിൽ ആദ്യത്തെ ചൂടി പൂജ മുതൽ ഓരോ സ്ത്രീയും ഇത് ചെയ്യാൻ തുടങ്ങും കേട്ടോ. പിന്നെ ആദ്യത്തെ പൂജ എന്ന് പറയുമ്പോൾ എല്ലാവരും ക്ഷണിച്ചിട്ടായിരിക്കും ചെയ്യുക. അതായത് അമ്മയുടെ സൈഡിലുള്ള ബന്ധുക്കളെയും പിന്നെ ഭർത്താവിൻ്റെ സൈഡിലുള്ള എല്ലാ ബന്ധുക്കളെയും അടുത്തുള്ള വീട്ടുകാരെയൊക്കെ വിളിച്ചിട്ടാണ് ഈ പൂജ ചെയ്യുക. അപ്പോൾ എല്ലാവരും അനുഗ്രഹിക്കുകയും ചെയ്യും. ഞാൻ ആദ്യം കല്യാണം കഴിഞ്ഞ് വന്ന ആ സമയത്തും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കിയ എന്തെങ്കിലും മധുര പലഹാരമോ പിന്നെ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ ഒക്കെ നിവേദിക്കും. പിന്നെ പൂജയും ചെയ്യും. വീട്ടിലെ മുതിർന്ന ആളാണ് പൂജ ചെയ്യുക, മറ്റുള്ളവർ കൂടെ നിൽക്കും. പൂജ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഫാമിലിക്കും പിന്നെ നമ്മുടെ ജോലിയുടെ അഭിവൃദ്ധിക്കും
ഒക്കെ ആയിട്ട് പ്രാർത്ഥിക്കും. പിന്നെ പൂജ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന മന്ത്രമാണ് നമസ്തുളസി കല്യാണി, നമോ വിഷ്ണുപ്രിയേ ശുഭേ, നമോ മോക്ഷപ്രദേ ദേവി, നമസമ്പത് പ്രദായിക്കേ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ചൂടിയിൽ നമ്മൾ കുങ്കുമവും കളഭവും പിന്നെ കുറച്ച് അക്ഷതം എടുത്തിട്ട് നമ്മുടെ വീടിൻ്റെ റൂഫിലേക്ക് അത് എറിയുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ നമ്മുടെ തുളസി തറയ്ക്ക് ഒരു 5 തവണ പ്രദക്ഷിണം വെക്കും. അപ്പോൾ നമ്മൾ പൂക്കളും പിന്നെ അക്ഷതവും ഓരോ ചുറ്റു കഴിയുമ്പോഴും പൂക്കളും അക്ഷതവും തുളസിക്ക് അർപ്പിക്കും. അമ്മയ്ക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അമ്മ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കും കേട്ടോ. പണ്ട് കാലത്തൊക്കെ സ്ത്രീകൾ വല്ലപ്പോഴും ആയിരിക്കും അവരുടെ വീട്ടിലേക്ക് പോവുക, അതായത് അമ്മയുടെ വീട്ടിലേക്ക് പോവുക. കല്യാണം കഴിഞ്ഞിട്ട് അവർ ബിസി ആയിരിക്കും, ഭർത്താവ് കുട്ടികൾ എന്നൊക്കെ ആയിട്ട് ബിസി ആയിരിക്കും. അപ്പോൾ അവർക്ക് അവരുടെ വീട്ടിൽ പോകാനുള്ളൊരു കാരണമാണ് ഈ ഒരു ചൂടി പൂജ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചൂടികൾ കൈമാറാറുണ്ട്. അപ്പോൾ അമ്മയ്ക്കും സഹോദരിമാർക്കും പിന്നെ സുഹൃത്തുക്കൾക്കും ഒക്കെ കൊടുക്കാനായിട്ട് അവർ അവരുടെ അമ്മയുടെ വീട് വിസിറ്റ് ചെയ്യും. ഇപ്പോൾ പിന്നെ പണ്ട് കാലത്ത് വളരെ ദൂരങ്ങളിലൊക്കെ ആയിരിക്കും വിവാഹം ചെയ്ത് അയക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ പോലെ നമുക്ക് ട്രെയിനും ബസ്സും ഇടയ്ക്കിടയ്ക്കൊന്നും ഉണ്ടാവണം എന്നില്ല. അങ്ങനെ നമ്മൾ ഇപ്പോൾ എൻ്റെ വീട് കാഞ്ഞങ്ങാടാണ്. അപ്പോൾ എനിക്ക് തന്നെ എൻ്റെ വീട്ടിൽ പോകാൻ ഒരു 3 hours എടുക്കുന്നുണ്ട് കോഴിക്കോട് നിന്ന്. അപ്പോൾ അമ്മയുടെ വീട് പുത്തൂരാണ്. അപ്പോൾ അമ്മയ്ക്കും അതുപോലെ തന്നെയാണ്. ഓരോ ഒക്കേഷൻസിൽ മാത്രമാണ് അമ്മ പോവാറുള്ളത്. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിലോ എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടെങ്കിലോ ഇങ്ങനെ എന്തെങ്കിലും ഒക്കേഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നു. അതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ പരസ്പരം എല്ലാവരും കണ്ടുമുട്ടിയിട്ട് എല്ലാവരോടും സംസാരിച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ചൂടികൾ കൈമാറും, എല്ലാവരുടെയും അനുഗ്രഹം മേടിക്കും. അങ്ങനെയാണ് കേട്ടോ. പിന്നെ നമ്മളെ വീട്ടിൽ നമ്മൾ പൂജ ചെയ്യുമ്പോൾ വീട്ടിലത്തെ കിണർ, അതായത് നമുക്ക് ജലം തരുന്ന ആളാണ്, നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ അവിടെ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ കിണറിന് നമ്മൾ പൂജിക്കും. പിന്നെ തെങ്ങ്, അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, തെങ്ങിനും കൂടി നമ്മൾ ഒരു ചൂടി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സ്പെസിഫിക് തെങ്ങ്, അതായത് ആ ഒരു തെങ്ങിൻ്റെ ചുവട്ടിൽ നമ്മൾ മോശപ്പെട്ട ഒരു വസ്തുവും ഇടാറില്ല. അതായത് നമ്മുടെ വീട്ടിലെ ചില വേസ്റ്റുകളൊക്കെ നമ്മൾ സാധാരണ മരത്തിൻ്റെയും തെങ്ങിൻ്റെ അടിയിലൊക്കെ ഇടാറുണ്ടല്ലോ. പക്ഷേ ഈ ഒരു തെങ്ങിൻ്റെ ചുവട്ടിൽ നമ്മൾ അങ്ങനത്തെ ഒരു വസ്തുവും ഇടാറില്ല. അതിനെ എന്താ പറയുക, അതിനെ ദേവാ മഡ്ഡോ എന്നാണ് പറയുക, അതായത് ദൈവത്തിന് തെങ്ങ്. ഇനി നമ്മൾ അകത്തേക്ക് കയറുന്നതാണ് കേട്ടോ. അകത്തേക്ക് കയറുമ്പോൾ നമ്മൾ പടി പൂജ ചെയ്യാറുണ്ട്. പടി കഴുകിയിട്ട് ചിലർ രംഗോലിയൊക്കെ വരയ്ക്കാറുണ്ട്. പിന്നെ പടി കഴുകിയിട്ട് നമ്മൾ 2 സൈഡിലും കുങ്കുമവും ചന്ദനമൊക്കെ കൊണ്ട് വരയ്ക്കും. എന്നിട്ട് അതിന് മുകളിൽ ചൂടി വെച്ചിട്ട് പിന്നെ അക്ഷതവും കൂടി ഇടും. പിന്നെ പടിയുടെ മുകളിലും കൂടി നമ്മൾ ഒരു കുങ്കുമം തൊട്ട് കൊടുക്കും, ഒരു പൂവും കൂടി വെക്കും. എന്നിട്ട് നമ്മൾ ആരതി ചെയ്യും. ഇതിപ്പോൾ അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് കുറേ കൊല്ലമായിട്ട് ഈ പടിപ്പൂച്ചയൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യാറ്. എനിക്ക് ചെയ്യാൻ പറ്റാത്ത സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ഹെൽപ്പ് ചെയ്യാറുണ്ട് അമ്മേനെ. ഇന്നിപ്പോൾ വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞത് ഹസ്ബൻഡാണ് കേട്ടോ. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല, അൺഎക്സ്പെക്റ്റഡ് വീഡിയോ ആയിപ്പോയി. ഈ ഒരു പൂജ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് വീട്ടിൽ ഉണ്ടാവുക കേട്ടോ. ഇനി നമ്മൾ അകത്തേക്ക് കയറും. ഇനി അകത്ത് പൂജാമുറിയുടെ പുറത്തും കൂടി ഒരു പടിയുണ്ട്, അവിടെയും കൂടി നമ്മൾ പൂജ ചെയ്യും കേട്ടോ. രണ്ട് പടിയിലും നമ്മൾ ചൂടി വെക്കും. പുറത്ത് പടിയിൽ എന്തൊക്കെ ചെയ്തോ അതുപോലെ തന്നെ അകത്തും അങ്ങനെ തന്നെയാണ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ആരതിയും ചെയ്യും. ഇത് അതിരാവിലെയാണ് ചെയ്യുക.
എന്തായാലും ഒരു 11 മണിക്ക് മുമ്പായിട്ട് എല്ലാവരും ചെയ്യാറുണ്ട്. മക്കൾ സ്കൂളിൽ പോയാലല്ലേ നമ്മളൊന്ന് ഫ്രീ ആവൂ. ഇനി നമ്മൾ ഈ വിളക്കും കാര്യങ്ങളും കൊണ്ട് അകത്ത് വന്നിട്ട് അകത്ത് വയ്ക്കും. ഇന്ന് ഈ വീട്ടിൽ പൂജ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തുള്ള അയൽക്കാർക്കും അടുത്തുള്ള ബന്ധുക്കൾക്കും ഒക്കെ ചൂടി കൊടുക്കും. മുതിർന്നവർ അവരെ വീട്ടിൽ പോയിട്ടാണ് നമ്മൾ കൊടുക്കുക കേട്ടോ. പിന്നെ ഞായറാഴ്ച നമ്മൾ പൂജ ചെയ്യുമ്പോൾ വെറ്റിലയും അടക്കയും കൂടെ വെക്കും കേട്ടോ. അതിനെ വീടോന്നാണ് പറയുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചൂടി കൊടുക്കാൻ പോകുമ്പോൾ അവിടെ നമ്മുടെ മുതിർന്നവരായ ആണുങ്ങളുണ്ടെങ്കിൽ അവർക്ക് വീടോ കൊടുക്കുകയാണ് ചെയ്യുക. വീടോ കൊടുത്ത് അനുഗ്രഹം വാങ്ങും. അങ്ങനെ ഞായറാഴ്ച പൂജ ചെയ്ത് കൊടുക്കുമ്പോൾ പെണ്ണുങ്ങൾക്കും കൊടുക്കുമ്പോൾ ചൂടിൻ്റെ കൂടെ വീടോയും കൂടി കൊടുക്കും. ഈ ഒരു അവസരം ശരിക്കും പറഞ്ഞാൽ ബന്ധങ്ങളുടെ കെട്ടുറപ്പ് ശരിക്കും ശക്തമാക്കാനാണ് ഉപയോഗിക്കുക. മീൻസ് ഇപ്പോൾ നമ്മുടെ എന്തെങ്കിലും കമ്മ്യൂണിറ്റി പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. അല്ലെങ്കിൽ ദൂര സ്ഥലങ്ങളിലായാലും പോയാൽ ഇപ്പോൾ നമ്മുടെ നാത്തൂന്മാരുടെ വീട്ടിൽ പോയാൽ അവർക്കും കൊടുക്കും. അവരും ഇങ്ങോട്ട് വരും. ചെറിയമ്മമാർ ഇങ്ങോട്ട് വരും, അമ്മേനെ കാണാൻ വരും. അപ്പോൾ അതുപോലെ തന്നെ ഇവിടുന്ന് അമ്മ വല്യമ്മയുടെ കാണാൻ അവരുടെ വീട്ടിലേക്ക് പോവും. ഇനി നമ്മൾ ഈ ചൂടി എല്ലാ ദൈവങ്ങളുടെ ഫോട്ടോയ്ക്കും വെക്കും കേട്ടോ. നമ്മുടെ കുലദേവതയ്ക്കും നമ്മൾ വെക്കും. പിന്നെ ദേവിമാരുടെ ഫോട്ടോയ്ക്കും സരസ്വതി, ലക്ഷ്മി ഈ ദേവിമാർക്കൊക്കെ നമ്മൾ കൊടുക്കും. പിന്നെ അമ്മ ഫ്രൈഡേസിൽ നമുക്ക് കുങ്കുമാർച്ചനൊക്കെ ഉണ്ട്. അപ്പോൾ ആ ദേവിക്കും കൂടി നമ്മൾ ചൂടി വെക്കും. എന്നിട്ട് നമ്മൾ പൂജ ചെയ്യും കേട്ടോ. പൂജ കഴിഞ്ഞ ശേഷം നമ്മൾ ആദ്യം ചെയ്തത് നമ്മുടെ അച്ചമ്മയുണ്ട്. അച്ചമ്മ മരിക്കുന്ന സമയത്ത് അച്ചച്ചനുണ്ടായിരുന്നു. അപ്പോൾ ഭർത്താവിരിക്കെ മരിച്ച സ്ത്രീകളുണ്ടെങ്കിൽ അവർക്കും കൂടി നമ്മൾ ചൂടി വെക്കാറുണ്ട്. അതായത് അവരെ ഫോട്ടോയുടെ മുകളിൽ വെക്കും. പിന്നെ തുളസിയിൽ വെക്കുമ്പോൾ അവരുടെ വകയായിട്ടും ഒന്ന് നമ്മൾ വെക്കാറുണ്ട്. എന്നിട്ട് അവരുടെ അനുഗ്രഹവും വാങ്ങും. ഇത് കഴിഞ്ഞ ശേഷമാണ് ഞാനും അമ്മയും പരസ്പരം ചൂടി കൈമാറുക. നല്ലൊരു ഫോട്ടോയും കൂടി എടുത്തു കേട്ടോ. എന്നിട്ട് ചൂടി അമ്മയ്ക്ക് കൊടുത്ത് അമ്മയുടെ അനുഗ്രഹം വാങ്ങും. പിന്നെ ഹസ്ബൻഡിനും ഫാദറിനിലോക്കും കൊടുക്കും കേട്ടോ നമ്മൾ ചൂടി. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക. ഇങ്ങനൊരു വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. സോ താങ്ക് യു.